അച്ഛാ, അച്ഛനിന്ന് നല്ല ചൂട് പാനിപ്പൂരി ഉണ്ടാക്കി വെച്ചോളൂ. ഇന്ന് എന്റെ കൂടെ സൗമ്യം വരുന്നുണ്ട് അച്ഛന്റെ പാനിപ്പൂരി കഴിക്കാൻ. ഹാ വിളിക്ക്. ഇന്ന് 2 കൂട്ടുകാരികളും കോളേജിൽ നിന്നും വരുമ്പോൾ എന്റെ കടയിലേക്ക് വരൂ. നിങ്ങൾ എല്ലാവർക്കും നല്ല ചൂടുള്ള പാനിപ്പൂരി ഉണ്ടാക്കി തരാം. എന്റെ പൊന്നച്ഛൻ. റീന സന്തോഷത്തോടെ കോളേജ് ബസ്സിൽ കയറിപ്പോയി. കോളേജിൽ സൗമ്യയോടും ഈ കാര്യം പറഞ്ഞു. അവളും സന്തോഷിച്ചു. ഹായ്, ഹരിയമ്മാവന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചൂട് പാനിപ്പൂരി കഴിക്കാൻ കൊതിയാകുന്നു. ചൂട് പാനിപ്പൂരി ഞാനും കഴിക്കും. എനിക്കും ഒരുപാട് ഇഷ്ടമാ. ഞാനും വരട്ടെ. ശരി, 2 പേരും വാ. വൈകുന്നേരം റീന 2 സുഹൃത്തുക്കളോടൊപ്പം അച്ഛന്റെ കടയിലേക്ക് പോയി. ഹരി ചന്തയ്ക്കിടയിൽ ചൂട് പാനിപ്പൂരി ഉണ്ടാക്കി വിൽക്കുമായിരുന്നു. ഇതുപോലെ ആരും നഗരത്തിൽ പാനിപ്പൂരി വിറ്റിരുന്നില്ല. അവന്റെ ഈ പ്രശസ്തമായ പേര് കേട്ട് ചിലർ ദിവസവും പാനിപ്പൂരി കഴിക്കാൻ വരും. പതുക്കെ പതുക്കെ റീനയും തന്റെ അച്ഛനെപ്പോലെ പാനിപ്പൂരി ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കോളേജിലെ പഠനം തീർത്തതിനു ശേഷം പണക്കാരായ 2 സുഹൃത്തുക്കളും പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് പോയി. ഇവിടെയോ റീനയുടെ അച്ഛന്റെ ആരോഗ്യനില മോശമായി. അതുകൊണ്ടിപ്പോൾ അവൾ അച്ഛന്റെ ജോലി ഏറ്റെടുത്ത് ചെയ്തു. അവൾ ദിവസവും കട അവൾ മാറ്റി മാറ്റി വിറ്റുകൊണ്ടേയിരുന്നു. അവൾ നല്ല ചൂടുള്ള പാനിപ്പൂരി കടയിൽ വെച്ചുണ്ടാക്കി വരുന്ന ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. ചൂടുള്ള പാനിപ്പൂരി കഴിക്കൂ. ചൂടുള്ള പാനിപ്പൂരി ഒരു തവണ കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. വരൂ വരൂ, നല്ല ചൂടുള്ള പാനിപ്പൂരി. കാലങ്ങൾ കടന്നുപോയി. നിധിയുടെയും സൗമ്യയുടെയും കല്യാണം ഒരു സഹോദരങ്ങളുമായി നടന്നു. അവർ അമേരിക്കയിലായിരുന്നു. അവർ തമ്മിൽ സ്നേഹത്തിലുമായിരുന്നു. ഇവിടെ റീനയ്ക്കും 2 സുഹൃത്തുക്കളെയും ഓർമ്മ വന്നു. എന്നാൽ അവളുടെ കയ്യിൽ 2 പേരുടെയും ഫോൺ നമ്പർ ഇല്ല അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. കുറച്ചു നാളുകൾക്ക് ശേഷം റീനയും അച്ഛന്റെ കാര്യത്തിന് ഡൽഹിക്ക് പോയി. അവൾ അവിടെ ഒരു കുടിലിൽ തന്റെ അമ്മയെ അച്ഛനെയും നോക്കാൻ തുടങ്ങി. കൂടെ തന്റെ ചൂടുള്ള പാനിപ്പൂരിയും ഉണ്ടാക്കി വിറ്റു. ഇവിടെ നിധിയുടെയും സൗമ്യയുടെയും ഭർത്താവിന്റെ ട്രാൻസ്ഫറും ഡൽഹിയിലായി. ഒരിക്കൽ, സൗമ്യ വാ, ഇന്ന് എല്ലാവർക്കും പാനിപ്പൂരി വാങ്ങിത്തരാം. നിങ്ങൾക്ക് കാണിച്ചു തരാം ഡൽഹിയിലെ ഭക്ഷണം എങ്ങനെയാണെന്ന്. ഹാ, എന്നാൽ എല്ലാവർക്കും പോകാം. നല്ല രസമായിരിക്കും. അവരെല്ലാവരും പാനിപ്പൂരി കഴിക്കാൻ പാനിപ്പൂരി കടയിലേക്ക് ഖാൻ മാർക്കറ്റിലേക്ക് പോയി. സൗമ്യ കഴിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടത്തെ പാനിപ്പൂരി ഇഷ്ടമായതേ ഇല്ല. സൗമ്യേ, നീ കുറച്ചുകൂടി കഴിച്ചു നോക്ക്. സൗമ്യ പറഞ്ഞത് ശരിയാ, ഇതിനൊട്ടും രുചിയില്ല. ഞങ്ങൾക്ക് ഈ പാനിപ്പൂരി വേണ്ട. പാനിപ്പൂരിയൊക്കെ ഹരിയമ്മാവനും റീനയും ഉണ്ടാക്കണം. എന്നാൽ അവരെവിടെയാണെന്നറിയില്ല. ഹാ, ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ശരി, ഞാനൊരു പ്ലേറ്റും കൂടെ കഴിക്കുക. അങ്ങനെ സമയം കടന്നുപോയി. ഒരിക്കൽ, അറിയില്ല നിധി, റീന എവിടെ പോയെന്ന്, എന്തായെന്ന്. കോളേജ് വിട്ടതിനു ശേഷം അവളെ കണ്ടതേയില്ല. ഹാ, എനിക്കും അവളെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഒരിക്കൽ കാൺപൂരിലെ കസിന്റെ കല്യാണത്തിന് പോയപ്പോൾ അവളുടെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ അത് പൂട്ടിയിരുന്നു. അവളെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. സമയം കടന്നുപോയി. ഒരിക്കൽ സൗമ്യയുടെ ഭർത്താവ് അങ്കിത്, സൗമ്യ നാളെ ഓഫീസിലെ ക്ലയന്റിന്റെ കല്യാണമാണ്. എല്ലാവർക്കും പോയേ പറ്റും. അതുകൊണ്ട് നിങ്ങൾ റെഡിയായിക്കോ. അമ്മയും പ്രീതിയും കൂടെ വരുന്നുണ്ട്. അവർ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതാ എല്ലാവരെയും കൊണ്ടുവരണമെന്ന്. ശരി, ഞങ്ങളെല്ലാം തയ്യാറാകാം. നിധി, നീ ആ മേക്കപ്പ് ചെയ്യുന്ന ആളിനെ ബുക്ക് ചെയ്തേക്ക്. ശരി, ഞാൻ ഇന്ന് തന്നെ ഫോൺ ചെയ്യാം. അടുത്ത ദിവസം തന്നെ കല്യാണത്തിന് തയ്യാറായവർ പോയി. അവിടെ വലിയ പാർട്ടിയായിരുന്നു. അവിടെ പലതരത്തിലെ കടയും ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചു നിന്നപ്പോൾ അപ്പോൾ അനിയത്തി പ്രീതി വന്നു. നിധി ചേച്ചി, സൗമ്യ ചേച്ചി, നിങ്ങൾ ആ ഗോൾക്കപ്പയൊന്ന് കഴിച്ചു നോക്കിക്കേ. ഉറപ്പായും നിങ്ങൾ ഇത്രയും നല്ല ഗോൾക്കപ്പ കഴിച്ചിട്ടുണ്ടാവേയില്ല. വേണ്ട പ്രീതി, ഞങ്ങൾ കഴിക്കില്ല. ഇവൾ പറയുന്നത് ശരിയാ മോളെ. നീ ഈ ഗോൾക്കപ്പ കഴിച്ചാൽ നിന്റെ കൂട്ടുകാരുടെ ഗോൾക്കപ്പ മറന്നുപോവും. നിങ്ങളിങ്ങനെ പുകഴ്ത്തുന്നതൊക്കെ നിർത്തും. നിധിയും സൗമ്യയും പാനിപ്പൂരി ഉണ്ടാക്കുന്ന സ്റ്റോളിൽ പോയി അവർ ആ ചൂടുള്ള പാനിപ്പൂരി കഴിച്ചു നോക്കി. അയ്യോ, ഈ ചൂട് പാനിപ്പൂരി, ഇതിന്റെ സ്വാദ് ശരിക്കും റീനയും അവളുടെ അച്ഛനും ഉണ്ടാക്കുന്നത് പോലുണ്ട്. ചേട്ടാ, ഈ ഗോൾക്കപ്പ ആരാ ഉണ്ടാക്കിയത്? അത് ചേച്ചി, അകത്തൊരു മാഡം ഉണ്ടാക്കി തരുന്നതാണ്. അത് ഞങ്ങൾ ഈ സ്റ്റോളിൽ കൊടുക്കുന്നു. ഇത് ആ ഗോൾക്കപ്പയാ. വേഗം വരൂ സൗമ്യേ. അവർ 2 പേരും അകത്തു പോയപ്പോൾ റീന അവിടെ ഗോൾക്കപ്പയുണ്ടാക്കുന്നു. സൗമ്യ നിധിയും ഇത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. സൗമ്യ, നിധി, നിങ്ങൾ ഇവിടെ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? നന്നായിരിക്കുന്നല്ലോ നിങ്ങൾ. അയ്യോ, അതൊക്കെ വിട്ടിട്ട് നീ ആദ്യം വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിക്ക്. റീനെ, നീ എന്താ ഈ അവസ്ഥയിലൊക്കെ? നീ നന്നായി പഠിച്ചതല്ലേ, എന്നിട്ടിങ്ങനെ കല്യാണത്തിന് ഗോൾക്കപ്പയുണ്ടാക്കി വിൽക്കുന്നു? എന്തു പറയാനാ, ഈ ദരിദ്രയ്ക്ക് എന്തിനാണോ ദൈവം ഇത്രയും ബുദ്ധിമുട്ട് തരുന്നത്? കോളേജ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അച്ഛന്റെ ആരോഗ്യം മോശമായി. അതുകൊണ്ട് വീട് നോക്കാനായി
ഞാൻ പാനിപ്പൂരി ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അച്ഛന്റെ ചികിത്സയ്ക്കായി ഡൽഹിക്ക് വന്നു. പക്ഷേ ഒരിക്കൽ പെട്ടെന്ന് അദ്ദേഹം മരിച്ചു. ക്ഷമയോടെ കേൾക്കണം. ഇനി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അദ്ദേഹത്തിന് ക്യാൻസറാണ്. ലങ്സ് പൂർണ്ണമായും നശിച്ചു. അങ്ങനെ മരണശേഷം റിയ തന്റെ അച്ഛനെ സംസ്കരിച്ചു. എന്നാൽ അച്ഛൻ മരിച്ച ശേഷം അമ്മയ്ക്കും വയ്യാണ്ടായി. അമ്മയും കിടപ്പുരോഗിയായി. ഒരു ദിവസം, എന്റെ മോളെ, ഞാനല്ലാതെ നിനക്ക് ഈ ലോകത്താരാ? നിന്നെ കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായി മരിക്കാമായിരുന്നു. വേണ്ടമ്മേ, ഞാൻ അമ്മയെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാം. റീന രാവും പകലും പണിയെടുത്ത് അവൾ കുറെ പണം പെട്ടെന്ന് തന്നെ സമ്പാദിച്ചു. അതെല്ലാം അമ്മയുടെ ചികിത്സയ്ക്കായി പോയി. കുറച്ചു പണം അവളുടെ കയ്യിലുണ്ടായിരുന്നതും ചിലവായി പോയി. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എന്തിനാ അമ്മ എന്നെ വിട്ടിട്ട് പോയത്? ഞാനിപ്പോൾ അനാഥയുമായി. ഞാനിനി ആർക്ക് വേണ്ടി ജീവിക്കണം? അമ്മ ഇങ്ങനെ പെട്ടെന്ന് എന്നെ വിട്ടിട്ട് പോയപ്പോൾ ഇനി എന്റെ തലയിൽ സ്നേഹത്തോടെ ആര് കൈവയ്ക്കും അമ്മേ? ആര്? അന്നു മുതൽ ഡൽഹിയിലെ തെരുവുകളിൽ ഞാൻ തന്നെ പാനിപ്പൂരി വിറ്റുകൊണ്ടിരിക്കുകയാണ്. എന്റെ വയറ്റുപിഴപ്പിന് വേണ്ടി. പിന്നെ കല്യാണ ഓർഡറുകളും എടുക്കും. നിർത്തു റീനെ, ഇനി നീ തന്നെയല്ല. ഞാൻ നിന്റെ സുഹൃത്ത് മാത്രമല്ല, സഹോദരിയുമാണ്. ഞങ്ങൾ ഇനി നിന്റെ കാര്യം നോക്കിക്കൊള്ളാം. അതെ, വാ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാരെ പരിചയപ്പെടുത്താം. അവർ റീനയെ തന്റെ വീട്ടുകാരെ കാണിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സൗമ്യയ്ക്ക് അവരുടെ വീട്ടിൽ താമസിക്കാൻ മുറിയും കൊടുത്തു. അവൾക്ക് വേണ്ടി ഒരു വലിയ കടയും ഇട്ടുകൊടുത്തു. അവൾ അവിടെ നല്ല ചൂടുള്ള പാനിപ്പൂരി ഉണ്ടാക്കി വിറ്റു. അവളുടെ കച്ചവടവും നന്നായി പോയി. കുറച്ച് ദിവസത്തിനുള്ളിൽ അവൾ റെസ്റ്റോറന്റും തുടങ്ങി. ദിവസങ്ങൾക്കു ശേഷം അങ്കിത്തിന്റെ ഒരു സുഹൃത്തുമായി റീന ഇഷ്ടത്തിലായി. കല്യാണവും കഴിച്ചു. അങ്ങനെ റീനയും സന്തോഷത്തോടെ ജീവിച്ചു. അയ്യോ, ഈ സന്ദീപ് ഇതെവിടെ പോയി? 5 മിനിറ്റിനുള്ളിൽ ഭക്ഷണം വയ്ക്കാൻ പറഞ്ഞിട്ട്. അയ്യോ മോളെ, നീ എന്നും ഒരേ കറിയാ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഭക്ഷണം കഴിച്ചിട്ട് അവൻ എങ്ങനെ ഓഫീസിൽ പോകാനാ? ഇത് കണ്ടാൽ തന്നെ കഴിക്കാനുള്ള മൂഡ് പോകും. അമ്മയെ മക്കളുടെ മുൻപിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരും ഈ ഭക്ഷണമൊന്നും കഴിക്കില്ല. അവരുടെ അച്ഛനേക്കാൾ 10 പടി മുമ്പിലാണിവർ. ആഴ്ചയിൽ 7 ദിവസമുണ്ടെങ്കിൽ 2 ദിവസം മാത്രമല്ലേ ഞാനിത് ഉണ്ടാക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ സോയാബീൻ കറി ഉണ്ടാക്കിയെങ്കിൽ ഇന്നലെ പനീറിന്റെ കറിയല്ലായിരുന്നോ? അയ്യേ, അതാണോ പനീർ? ഇവിടെ കുടിക്കാൻ വെച്ചിരുന്ന പാലങ്ങ് കേടായിപ്പോയി. അതുകൊണ്ട് അമ്മ പനീറുണ്ടാക്കി. ആ പനീർ കൊണ്ടുണ്ടാക്കിയതാണോ പനീർ കറി? ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ പോലും നിനക്കറിയില്ല. വലിയ വാചകം അടിക്കല്ലേ. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? പറ. മുത്തശ്ശിയും പിന്നെ അമ്മേ. ചുമ്മാ അമ്മ അമ്മയെന്ന് വിളിക്കരുതേ. അവൻ പറഞ്ഞത് ശരിയാ. പാല് ചീത്തയായതുകൊണ്ടാ നീ ഇന്നലെ പനീറുണ്ടാക്കിയത്. വേണ്ട ബിട്ടു, എനിക്കും ഈ ഭക്ഷണം വേണ്ട. സ്കൂൾ ബസ് വന്നു, നമുക്ക് പോകാം. മക്കളെ നിൽക്ക്. ഇന്നാ 100 രൂപ. ക്യാൻറ്റീനിൽ നിന്നും എന്തെങ്കിലും കഴിക്കേ. പൊക്കോ. അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാ ഇവർ വീട്ടിലെ ഭക്ഷണം കഴിക്കാത്തത്. അവർക്കറിയാം അപ്പൂപ്പൻ അവർക്ക് പൈസ കൊടുക്കുമെന്ന്. ഇതെന്താണ് ചേച്ചി? അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? പൈസ കൊടുത്തെന്നും വെച്ചിപ്പോൾ എന്താ? പാവങ്ങൾ വെളിയിൽ നിന്നും കഴിക്കട്ടെ. എനിക്കും മനസ്സൊന്നുമില്ല ഈ ഭക്ഷണം കഴിക്കാൻ. പ്രശ്നമില്ല മോളെ, ഞാൻ നിനക്ക് വേണ്ടി ചോല ഭട്ടൂരി ഓർഡർ ചെയ്യാം. അവർ പറയുന്നത് കേട്ട് അഞ്ജലി അവിടെ നിന്നും പോയി. പിന്നെ തന്റെ കൂട്ടുകാരിയെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. എന്താ ഈ പറയുന്നത്? ഇപ്പോഴത്തെ മരുമക്കൾ ഉണങ്ങിയ റൊട്ടിയാ കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ടും ഇങ്ങനെയൊക്കെ. ഒന്ന് ചെയ്യേ, 3 ദിവസത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ട. വിശന്നു കഴിയുമ്പോൾ നിന്റെ ഭക്ഷണം ഇഷ്ടപ്പെട്ടോളും. അയ്യോ, ഒന്നും ശരിയാകാൻ പോകുന്നില്ല. അവർക്കതൊരു അവസരമാകും പുറത്തെ ഭക്ഷണം കഴിക്കാനായി. നിനക്കറിയാമല്ലോ എന്തൊക്കെ അസുഖം വരുമെന്ന്. ഇന്ന് രാവിലെ വെറും വയറ്റിലാ പിള്ളേരും പോയിരിക്കുന്നത്. എനിക്കും കഴിക്കാൻ തോന്നുന്നില്ല. നീ ടെൻഷൻ അടിക്കണ്ടാന്നേ. പുള്ളിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കറി ഉണ്ടാക്കി നീ ഇന്ന് ഓഫീസിലേക്ക് കൊണ്ടുപോയിക്കോ. ശിഖയുടെ ഐഡിയ അഞ്ജലിക്ക് ഇഷ്ടമായി. അവൾ വേഗം സന്ദീപിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമുണ്ടാക്കി ടിഫിൻ പാക്ക് ചെയ്ത് അവന്റെ ഓഫീസിലേക്ക് പോയി. അവിടെ നോക്കുമ്പോൾ സന്ദീപ് നന്നായി ക്യാൻറ്റീനിലെ ഭക്ഷണം കഴിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നു. അല്ലാതെ പിന്നെ നിന്റെ ടിഫിന് നോക്കിയിരുന്ന് വിശന്ന് ചാകണോ? ഒരുപാട് കഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയും ഫ്രൈ ഗോപിയും ഉണ്ടാക്കിയത്. കുറച്ചെങ്കിലും അത് കഴിക്കൂ. പുതുമ എന്താണ്? എന്നും ഒരേ കറി തന്നെയല്ലേ? എല്ലാത്തിലും ഒരേ മസാല തന്നെ. പറയാനേ പറ്റില്ല വെണ്ടയ്ക്കയാണോ ഗോപിയാണോന്ന്. എല്ലാ കൂട്ടുകാരുടെയും മുൻപിൽ നാണം കെടുത്തിയപ്പോൾ അഞ്ജലി അവിടെ നിന്നും പോയി. പിന്നെ അവൾ തീരുമാനിച്ചു ഭക്ഷണം ഇനിയും ഉണ്ടാക്കില്ലെന്ന്. അതുകൊണ്ടവൾ രാത്രി ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. വൈകുന്നേരം എല്ലാവരും വെളിയിൽ പോകാൻ തയ്യാറായിക്കോ. ഇന്ന് വെളിയിൽ നിന്നും കഴിക്കാം. എന്നാൽ പക്ഷേ പുറത്തുപോയി ഓർഡറൊക്കെ ചെയ്ത് വരുമ്പോൾ സമയമാകില്ലേ?
പിന്നെ അച്ഛാ, താങ്കൾക്ക് 9 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ? ആ കുഴപ്പമില്ല. നല്ല ഭക്ഷണം കഴിക്കാൻ കുറച്ചൊക്കെ കാത്തിരിക്കാം. അങ്ങനെ എല്ലാവരും റെഡിയായി ഹോട്ടലിൽ പോയി അവിടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു. ചേച്ചിയുടെ ഭക്ഷണത്തിന് കുഴപ്പമെന്താണെന്ന് ചോദിച്ചില്ലേ? ഇപ്പോൾ ചേച്ചി മനസ്സിലാക്കി കാണുമെന്ന് തോന്നുന്നു ഇവർ എന്തുകൊണ്ടാ പുറത്തുനിന്നും കഴിക്കുന്നതെന്ന്. നന്നായി അച്ഛാ ഇന്ന് പുറത്തു വന്നത്. അല്ലെങ്കിൽ അമ്മയുടെ ഭക്ഷണം ഇന്ന് കഴിച്ചിട്ട് എനിക്ക് എന്താകുമെന്നേ അറിയില്ലായിരുന്നു. എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ചുനേരം കഴിഞ്ഞ് വെയിറ്റർ ബില്ലുമായി വന്നു. മോനെ നിൽക്ക്, നീ എന്തിനാ ബിൽ കൊടുക്കുന്നത്? പൈസ മരുമകൾ കൊടുക്കും. ഇന്ന് അടുക്കളയിൽ കയറാത്തതുകൊണ്ട് സാധനം വാങ്ങിക്കാനുള്ള പൈസ അവളുടെ കയ്യിൽ കാണും. അതുകൊണ്ട് ആ പൈസ ഇന്നിവിടെ കൊടുക്കട്ടെ. അങ്ങനെ അഞ്ജലി പൈസ കൊടുത്തു. കുറച്ചുനേരം കഴിഞ്ഞവർ വീട്ടിലേക്കും വന്നു. അടുത്ത രാവിലെ നയാമോൾ അവലും ബർഗറും ക്യാരറ്റ് ഹൽവയും പിന്നെ പൊറോട്ടയും ഇത്രയും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിട്ടു, നിനക്ക് ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട് കേട്ടോ. ആ, ഇന്നത്തെ കാര്യം സുഭിക്ഷിതമായി. എല്ലാം ഫോണിലൂടെയാ ഓർഡർ ചെയ്തത്. ആ ഭക്ഷണം വന്നു കഴിഞ്ഞ് പൈസ മരുമകൾ കൊടുത്തുകൊള്ളും. എന്താ അമ്മ, ഞാനോ? നീയല്ലാതെ നിനക്ക് വീട്ടിലേക്ക് സാധനം വാങ്ങണ്ടല്ലോ. അങ്ങനെ ഓരോ തവണയും അവർ പുറത്തുനിന്നും ഓർഡർ ചെയ്യുമ്പോൾ അഞ്ജലിക്ക് പൈസ കൊടുക്കേണ്ടതായി വന്നു. അങ്ങനെ 1 മാസത്തെ ചെലവിനു വേണ്ടി വെച്ചിരിക്കുന്ന പൈസ 10 ദിവസം കൊണ്ട് തീർന്നു. ഒരു ദിവസം, ഇനി ഇങ്ങനത്തെ ഭക്ഷണമൊന്നും ആരും വാങ്ങിക്കരുത്. ബില്ല് കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസയില്ല. എല്ലാ മാസവും 20,000 രൂപ തരുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിലെ ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം നിനക്കാ. ഒരു വീട്ടമ്മയുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് വീട്ടമ്മയുടെ കടമയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ശരി, ഇനി മുതൽ ഞാൻ സാധനം വാങ്ങാൻ പറയുന്നില്ല. എന്തൊക്കെ കഴിക്കണമോ അത് പുറത്തുനിന്നും വാങ്ങിക്കോളൂ. പക്ഷെ ഞാൻ അത് ഓർഡർ ചെയ്യും. നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ അവൾ ഭക്ഷണം വാങ്ങാൻ തുടങ്ങി, അതും തട്ടുകടയിൽ നിന്നും. അടുത്ത ദിവസം, ആ വരൂ വരൂ ചേച്ചി, എന്റെ കടയിലേക്ക് സ്വാഗതം. പനീർ കറിക്ക് എത്രയാ? ഒരുപാടൊന്നുമില്ല, 100 രൂപയ്ക്ക് ഫുള്ള്. ആഹാ, ഇത് കൊള്ളാമല്ലോ. അഞ്ജലി കിഴങ്ങ് കറിയും കുറച്ച് പനീർ കറിയും വാങ്ങി, കൂടി കുറച്ച് റൊട്ടിയും. എന്നിട്ടവൾ മനഃപൂർവ്വം 4 റൊട്ടികൾ കരിച്ചു. ആദ്യം തന്നെ അവൾ അവളുടെ പ്ലേറ്റിൽ 3 റൊട്ടി വെച്ചിരുന്നു. കുറച്ചു റൊട്ടി കരിഞ്ഞിട്ടുണ്ടല്ലോ. 7 റൊട്ടി മാത്രമേ നല്ലതുള്ളൂ. മോളെ, നിനക്ക് കുറച്ചുകൂടി റൊട്ടി വാങ്ങാമായിരുന്നു. അമ്മേ, നമ്മൾ അന്ന് കഴിച്ച റെസ്റ്റോറന്റിൽ നിന്നാ ഈ റൊട്ടികളൊക്കെ വാങ്ങിയത്. ഇന്നവർക്ക് പാർട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്രയും റൊട്ടി തന്നു. എനിക്കെങ്ങനെ അറിയാം ഇത് കരിഞ്ഞെന്ന്? എന്നാൽ നിങ്ങളൊക്കെ ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരും. എനിക്ക് കിട്ടിയ റൊട്ടിയൊന്നും ഞാൻ ആർക്കും തരില്ല. എല്ലാവരും ആ ഭക്ഷണം കഴിച്ച് തൃപ്തരാകേണ്ടി വന്നു. അടുത്ത ദിവസം വീണ്ടും അഞ്ജലി ആ ഉന്തുവണ്ടിക്കാരനെ വിളിച്ചു. കടയിലെ വില കുറഞ്ഞ ഭക്ഷണം വാങ്ങിച്ചു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. തട്ടുകടയിലെ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ. കൊള്ളാം മോളെ, നീ നല്ല ഭക്ഷണമാ ഓർഡർ ചെയ്തത്. നല്ല രുചിയുണ്ട്. അയ്യോ, എന്റെ വയറ്. എന്തു പറ്റിയച്ചാ? വയറ്റിൽ ഗ്യാസ് കയറിയെന്നാ തോന്നുന്നത്. കുറച്ച് വേദനിക്കുന്നുണ്ട്. ഒരു സോഡ കുടിച്ചാൽ ചിലപ്പോൾ ശരിയാകും. എന്നാൽ അയാൾക്ക് മനസ്സിലായതേയില്ല എന്നും പുറത്തെ ഭക്ഷണം കഴിച്ച് അയാളുടെ വയറ് ചീത്തയായിപ്പോയെന്ന്. ഒരു ദിവസം അഞ്ജലി അടുക്കളയിൽ കയറി താൻ ഉണ്ടാക്കുന്ന കറിയിൽ തട്ടുകടയിലെ മസാലയിട്ട് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു പറഞ്ഞു, ഇത് പുറത്തുനിന്നും ഓർഡർ ചെയ്തതാ. ഇന്നത്തെ ഭക്ഷണത്തിന് നല്ല നാറ്റം വരുന്നുണ്ട്. കേടായ കറിയാണെന്ന് തോന്നുന്നു എടുത്തു തന്നത്. ആയിരിക്കും അമ്മേ. അമ്മ തന്നെ പറ. അഞ്ജലി വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ എത്ര സമയമാകും? പക്ഷെ 15 മിനിറ്റിൽ വെളിയിൽ നിന്ന് ഭക്ഷണം വരുന്നു. ഒരിക്കൽ അവർ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ന്യൂസിൽ പറഞ്ഞു, പ്രേക്ഷകർക്കൊരറിയിപ്പ്, പുറത്തുനിന്നും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക. പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അസുഖങ്ങൾ പടരുന്നു. വയറ്റിൽ ക്യാൻസർ, ഇൻഫെക്ഷൻ, പിന്നെ വേദന, അങ്ങനെ പലതും. അതുകൊണ്ട് വെളിയിലെ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അഞ്ജലി കുടുംബത്തിലുള്ളവരുടെ റിയാക്ഷൻ കൗതുകത്തോടെ നോക്കി. കാരണം ഇത് അവളുടെ പ്ലാനാണ്. ഇതുകണ്ട് എല്ലാവരും പേടിച്ച് അമ്മായിയച്ഛൻ പറഞ്ഞു, ഈ ഭക്ഷണം എന്റെ മുൻപിൽ നിന്ന് മാറ്റ്. എനിക്ക് കുറച്ചുകൂടി ജീവിക്കണം. മോളെ, നീ അടുക്കളയിലേക്ക് പോ. നിന്റെ കൈകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്താ. അതെ അഞ്ജലി, ഇന്നു മുതൽ നിന്റെ കൈകൊണ്ടുണ്ടാക്കുന്നതേ കഴിക്കുന്നുള്ളൂ. അഞ്ജലിയുടെ പ്ലാൻ ഏറ്റു. അന്നു മുതലാരും പുറത്തുനിന്നും ഭക്ഷണം കഴിച്ചില്ല. അവർക്ക് പിന്നെ വേറെ വഴിയില്ലാതെ അവൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു. Thanks for watching.